ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വോൾട്ടേജ് ഡിവിഷൻ റൂളിൻ്റെയും കറണ്ട് ഡിവിഷൻ റൂളിൻ്റെയും ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഓഫ് കറണ്ട് ഡിവിഷൻ റൂൾ ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. ഇവിടെ നിങ്ങൾക്കൊരു സർക്യൂട്ട് കാണാം അല്ലേ. ഇവിടെ നമ്മൾ 4 റെസിസ്റ്റേഴ്സാണ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ സർക്യൂട്ടിൽ. സീരീസായിട്ടും പാരലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പവർ സപ്ലൈ എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. അതുപോലെ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് I. ഓക്കെ, പിന്നെ ഓരോ റെസിസ്റ്റേഴ്സിൽ കൂടി പോകുന്ന കറണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് the value of I1 and I2. Also find the voltage drop across each resistors. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. I1 അതുപോലെ I2 എന്ന 2 കറണ്ട്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ്, അതായത് R1, R2, R3 ആൻഡ് R4, ഈ 4 റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പം നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാലേ, R1 റെസിസ്റ്റർ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് 2 ബ്രാഞ്ചായിട്ടാണ് R2 റെസിസ്റ്ററും അതുപോലെ തന്നെ R3 റെസിസ്റ്റേഴ്സും പോയിരിക്കുന്നത്. അതായത് ഇത് 2 പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഒരു നോഡിൽ തുടങ്ങി അവരുടെ 2ടെയും കോമ്പണൻ്റ് ആണ് ഇത്. R2ൻ്റെ R3 റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പണൻ്റ് ആണിത്. അപ്പോൾ ഇത് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ബ്രാഞ്ചസ് ആയിട്ട്. അപ്പം R2 പാരലൽ R3, R2 പാരലൽ R3. അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതായത് R equivalent 1 which is equal to R2 പാരലൽ R3. R2 പാരലൽ R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 into R3 divided by R2 plus R3 അല്ലേ. ഇത് ഇത്രയും പാരലൽ കണക്ഷൻ. അതുകൊണ്ട് നമ്മൾ R2 പാരലൽ R3 എഴുതി. അതായത് R2 into R3 by R2 plus R3 which is equal to R2 എത്ര? 3 into R3 6 divided by R2 plus R3, അതായത് 3 plus 6 which is equal to 6 into 3 18 divided by 6 plus 3 9, that is equal to 2 ohm. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇക്വലർ റെസിസ്റ്റൻസ്, ഈ പാരലൽ കണക്ഷൻ്റെ ഇക്വലർ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി 2 ohm. ഓക്കെ, അപ്പം നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, നമ്മളുടെ വോൾട്ടേജ് സപ്ലൈ R1 റെസിസ്റ്റർ, ഇക്വലന്റ് റെസിസ്റ്റർ, ആ പാരലൽ കണക്റ്റഡിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റർ, then R4 റെസിസ്റ്റർ. ഓക്കെ, 12 വോൾട്ട്, R1 that is 5 ohm, then R equivalent 1, അതായത് എത്രയായിരുന്നു? 2 ohm, then R4 അതെത്ര? R4 എത്ര? 1 ohm. ഓക്കെ, ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീരീസ് റെസിസ്റ്റൻസിൽ നിന്ന് ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 3 റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് okay, that is നമുക്ക് എഴുതാം R equivalent which is equal to R1 plus R equivalent 1 plus R4, that is 5
plus 2 plus 1 which is equal to 5 plus 2 7 7 plus 1 8 ohm ആണ് നമ്മളുടെ ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടും കൂടി നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു. അതായത് R equivalent equal to 8 ohm, ദ കറണ്ട് I സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാമല്ലോ അല്ലേ. നമ്മുടെ ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് I is equal to the total current I which is equal to ഐയുടെ ഇക്വേഷൻ എന്താ, ഓംസ് ലോ അനുസരിച്ച് V by R, അതായത് V എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 8, അതായത് 12 by 8 എന്ന് പറയുന്നത് 1.5 ആംപിയർ. ഇതാണ് നമ്മുടെ ടോട്ടൽ കറണ്ടിന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഓരോ ബ്രാഞ്ചസിൽ കൂടിയുള്ള കറണ്ട്, അതായത് I1 ഉം I2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്മുടെ സർക്യൂട്ട് എന്തായിരുന്നു ഇത്, അതായത് R2 എന്ന റെസിസ്റ്റർ ബ്രാഞ്ചിൽ കൂടി പോകുന്ന I1 ഉം R3 എന്ന റെസിസ്റ്റർ ബ്രാഞ്ചിൽ കൂടി പോകുന്ന I2 എന്ന രണ്ട് കറണ്ട് വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യാം. കറണ്ട് ഡിവിഷൻ ഫോർമുല നമുക്ക് യൂസ് ചെയ്ത് I1 ഉം I2 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമ്മുടെ കറണ്ട് ഡിവിഷൻ റൂൾ എന്തായിരുന്നു, കറണ്ട് ഡിവിഷൻ ഫോർമുല എന്ന് പറയുന്നത് I1 is equal to the total current I into R2 divided by R1 plus R2. ഇതായിരുന്നു നമ്മുടെ ജനറൽ ഫോർമുല. ഓക്കെ, I1 എന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് R2 ആണ്, ആൻഡ് ഓപ്പോസിറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് R3. അപ്പോൾ നമുക്ക് എഴുതാം I1 is equal to ടോട്ടൽ കറണ്ട് I ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് R3 divided by R2 plus R3. ഓക്കെ, അപ്പോൾ നമുക്ക് here I1 which is equal to I into the total current I into R3 divided by R2 plus R3. ഓക്കെ, ഇതിപ്പോൾ എത്ര കിട്ടും, ടോട്ടൽ കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു എത്ര, 1.5 ഇൻറ്റു R3 എത്രയായിരുന്നു, R3 എന്നത് 6 ohm, R2 3 ohm, R3 6 ohm, R2 3 ohm. അപ്പം R3 എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3, അതായത് 6 പ്ലസ് 3. അപ്പം നമുക്ക് എന്ത് കിട്ടും, 1.5 ഇൻറ്റു 6 ബൈ 9. അപ്പോൾ എത്ര വാല്യൂ, 1 ആംപിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് I1 എന്ന കറണ്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടി 1 ആംപിയർ. അപ്പോൾ നമുക്ക് I2 എഴുതാലോ. അങ്ങനെ I2 എന്ന് പറയുന്ന R3 റെസിസ്റ്ററിന് എന്ന ബ്രാഞ്ചിൽ കൂടി പോകുന്ന കറണ്ടാണ് I2. അപ്പോൾ I2 is equal to the total current I into ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ഏതാ, R2 അല്ലേ. ഓക്കെ, അപ്പോൾ I2 is equal to I into R2 divided by R2 plus R3. ഓക്കെ, അപ്പോൾ I2 is equal to I into R2 divided by R2 plus R3 which is equal to total current 1.5 ആംപിയർ into R2 എന്ന് പറയുന്നത് എത്ര, 3 ohm ഡിവൈഡഡ് ബൈ R2 plus R3 എത്ര, 6 plus 3 which is equal to 1.5 into 3 by 9. എത്ര കിട്ടും, 0.5 ആംപിയർ. ഓക്കെ, അപ്പം നമുക്ക് I1 ഉം കിട്ടി I2 ഉം കിട്ടി. അപ്പം നമ്മുടെ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ബ്രാഞ്ചിൽ കൂടി പോകുന്ന കറണ്ട് I1 ഉം I2 ഉം കണ്ടുപിടിച്ചു. I1 എന്ന് 1 ആംപിയറും I2 എന്ന് പറയുന്നത് 0.5 ആംപിയറും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഓൾസോ ഫൈൻഡ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ.
ഓരോ റെസിസ്റ്ററിൽ കൂടി പോകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്നാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കണം? വോൾട്ടേജ് ഡിവിഷൻ ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് സീരീസ് സർക്യൂട്ടിലാണ്. ഓക്കെ, ഇപ്പൊ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ ആ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്യുന്നത്. എന്നാൽ പാരലൽ സർക്യൂട്ടിൽ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഓരോ റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ R1 റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നോക്കാം. അപ്പം വോൾട്ടേജ് ഡ്രോപ്പ് across R1 resistor. Okay, voltage drop across R1 resistor which is equal to formula എന്താണ്? V1 is equal to V into R1 by R. അതായത് voltage drop across R1 resistor which is equal to total voltage into R1 resistance divided by total resistance value. Okay, ഇവിടെ R1 resistor ഇതാണല്ലേ. അപ്പോൾ total voltage is equal to total voltage into R1 resistance divided by പിന്നെന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു 8 ohm. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂസ്. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 ആണ് ഇൻറ്റു R1 റെസിസ്റ്റൻസിന്റെ വാല്യൂ 5 വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ റെസിസ്റ്റൻസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 7.5 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ R1 റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിച്ചു. ഇനി ആരാ ഉള്ള? R2. ഓക്കെ, അപ്പം വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2. ഇവിടെ നമുക്ക് വോൾട്ടേജ് ഫോർമുല യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇത് പാരലൽ ആണ് അല്ലേ. R2 R3 എന്ന് പറയുന്നത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി? സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാം നമ്മുടെ ഓംസ് ലോ യൂസ് ചെയ്ത്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 വിച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് ബ്രാഞ്ച് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ. ബ്രാഞ്ച് കറണ്ട് എത്ര? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. I1 ഈസ് ഈക്വൽ ടു 1 ആംപിയർ. അപ്പോൾ നമുക്ക് എഴുതാം ദ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ohm ഇൻറ്റു 1 ആംപിയർ വിച്ച് ഈസ് ഈക്വൽ ടു 3 ohm. സോറി 3 വോൾട്ട്. ഓക്കെ, അപ്പോൾ 3 വോൾട്ട് നമ്മൾ കണ്ടുപിടിച്ചു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2. ഇനി അടുത്ത എന്താണ്? R3. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R3. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു അതും എന്താണ്? വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്യേണ്ട. പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സിംപ്ലി നമുക്ക് ഓംസ് ലോ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് പറയാം റെസിസ്റ്റൻസ് വാല്യൂ എത്ര? 6 ഇൻറ്റു ബ്രാഞ്ച് കറണ്ട് I2 എത്ര ആയിരുന്നു? I2 എന്ന് പറയുന്നത് 0.5 ആംപിയർ. ഓക്കെ, അപ്പോൾ 0.5. അപ്പോൾ 6 ഇൻറ്റു 0.5 എന്ന് പറയുന്നത് 3 വോൾട്ട്. ഓക്കെ, ഇനി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആരാ? R4. അപ്പോൾ R4 റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്യണം. കാരണം ഇവിടെ എന്താണ്? സീരീസ് ആയിട്ടാണ് R4 റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്യാം. എന്താണ്? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു R4 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ വോൾട്ടേജ് എത്ര? 12 ഇൻറ്റു R4 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 ഇൻറ്റു 1/8, അതായത് 1.5 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 4 റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം R1 റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 7.5 വോൾട്ട്, R2ന് അക്രോസ് 3 വോൾട്ടും
R3ക്ക് അക്രോസ് 3 വോൾട്ട്, R4ന് അക്രോസ് 1.5 വോൾട്ട്. ഇവിടെ R2ഉം R3യും എന്താണ്? സെയിം ആണ് അല്ലേ? 3 വോൾട്ട് തന്നെ. അതൊന്നും ഒന്ന് ഡിഫറെന്റ് വോൾട്ടേജസ് അല്ല, സെയിം വോൾട്ടേജ് തന്നെയാണ്. കാരണം എന്താ? പാരലൽ കണക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഈ നോഡിലെ വോൾട്ടേജും ഈ നോഡിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദാറ്റ് റെസിസ്റ്റർ എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് R2 കണ്ടുപിടിച്ചാൽ നമുക്ക് R3 കണ്ടുപിടിക്കാതെ തന്നെ പറയാം ഇത് 3 വോൾട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് ഡ്രോപ്പ് എല്ലാം കൂടി ഒന്ന് സം ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് 12 വോൾട്ട് കിട്ടുമെന്ന് നോക്കാം. അത് 7.5 വോൾട്ട് പ്ലസ് 3 വോൾട്ട് പ്ലസ് 3 പ്ലസ് 1.5 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 വോൾട്ട് അല്ലേ? 7.5 പ്ലസ് 1.5 എത്ര കിട്ടും? 9 പ്ലസ് 3 12 വോൾട്ട്. ഓക്കെ, ഈ രണ്ട് വോൾട്ടേജസും ഒരൊറ്റ വോൾട്ട് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പ്രാവശ്യം അത് ചെയ്തത് കേട്ടോ. നമ്മൾ സം ചെയ്യുമ്പോൾ ഒരിക്കലും 3 വോൾട്ട് പ്ലസ് 3 വോൾട്ട് പ്ലസ് 1.5 വോൾട്ട് എന്ന് എഴുതരുത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ഒറ്റ വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമ്മളിവിടെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ബ്രാഞ്ച് കറണ്ടും ടോട്ടൽ വോൾട്ടേജും നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കതെല്ലാം വാല്യൂസും ഒന്ന് എടുത്തെഴുതാം. അപ്പം നമ്മളതെല്ലാം എടുത്തെഴുതിയിട്ടുണ്ട്. എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ സർക്യൂട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു. പാരലായിട്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സീരീസ് ആയിട്ടും കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം പാരലി കണക്റ്റഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ സീരീസ് ആയിട്ട് അതിനെ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് 8 ഓം. ടോട്ടൽ കറണ്ട് നമ്മൾ ഈക്വലന്റ് സർക്യൂട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു. I = V/R എന്ന ഇക്വേഷൻ, ഓംസ് ലോ ഇക്വേഷൻ ഉപയോഗിച്ച്. I = നമുക്ക് 1.5 ആംപിയർ എന്ന് കിട്ടി. അതുപോലെ ബ്രാഞ്ച് കറണ്ട് I1 = 1 ആംപിയർ, I2 = 0.5 ആംപിയർ. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചത് കറണ്ട് ഡിവിഷൻ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറണ്ട് ഡിവിഷൻ ഫോർമുല. ദെൻ അടുത്തത് വോൾട്ടേജ് ഡ്രോപ്പുകളാണ്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R1, R2, R3, R4. ഓക്കെ, അപ്പോൾ ഇത് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിച്ചത് വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല. അതിൽ R2ഉം R3യും നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് സിംപ്ലി ഓംസ് ലോ യൂസ് ചെയ്താണ് കണ്ടുപിടിച്ചത്. കാരണം എന്താണ്? R2ഉം R3യും പാരലലി കണക്റ്റഡ് റെസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്യുന്നത് സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ആ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് R4ഉം നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് R2ഉം R3യും ആ 3 വോൾട്ട് എന്ന് പറയുന്നത് രണ്ടും 2 വോൾട്ടേജസ് അല്ല, രണ്ടും സെയിം ഒരൊറ്റ വോൾട്ടേജ് ആണ് 3 വോൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ വോൾട്ടേജ് നമ്മൾ ആഡ് ചെയ്തത് R1 പ്ലസ് R2 അല്ലെങ്കിൽ R3. ഓക്കെ, അതായത് 7.5 വോൾട്ട് പ്ലസ് 3 വോൾട്ട് പ്ലസ് 1.5 വോൾട്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് 12 വോൾട്ട് എന്ന്. ആ വോൾട്ടേജ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട് ഡിവിഷൻ റൂൾ ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂളിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇത് കൂടുതൽ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.